HW131. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഒരു ബ്രെഡ് ബോർഡ് പവർ സപ്ലൈ മൊഡ്യൂളാണ്. HW131 എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. അതായത് നമ്മളിപ്പം ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ അർഡിനോ ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കമ്പോണൻസ് ഒക്കെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുവഴി പവർ ചെയ്യും. ഇവിടുന്ന് USB പോർട്ട് വഴി നമുക്ക് ഔട്ട് കിട്ടും. നമുക്ക് ഈ പോയിന്റുകളിൽ നിന്നും നമുക്ക് ജമ്പറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ രണ്ട് രീതിയിൽ ഇത് ഡയറക്റ്റ് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് ഇതുപോലെ പ്ലഗ് ചെയ്യാം. ഓക്കെ, അപ്പം ബ്രെഡ് ബോർഡിൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാത്ത പവർ ഈ ഏരിയയിലായിട്ട് പ്ലഗ് ഇൻ ചെയ്യാം. നമുക്കിതിന് ഓൺ ഓഫ് സ്വിച്ച് എന്ന നിലയ്ക്ക് ഇത് ഇവിടെ ഓൺ ആൻഡ് ഓഫ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നതോടുകൂടി സർക്യൂട്ട് കംപ്ലീറ്റ്ലി ഓൺ ആൻഡ് ഓഫ് ആവുന്നു. അതേപോലെ തന്നെ ചാർജിങ്ങോ മറ്റൊക്കെ സാധ്യതകളുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ പോയിന്റുകൾ ജമ്പറിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ മുമ്പ് നമ്മൾ കാണിച്ചിരുന്ന ഡെവലപ്മെൻറ്റ് ബോർഡുകളിലേക്കൊക്കെ ഉള്ള കണക്ഷൻസ് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും. അതിനുള്ള പവർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ വിത്ത് റെഗുലേറ്റർ ആണിത്, വിത്ത് സ്വിച്ച്. അപ്പോൾ പ്രോട്ടോടൈപ്പും മറ്റ് എക്സ്പെരിമെൻറ്റിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യകാലത്ത് ആവശ്യം വരാൻ നല്ല യൂസ്ഫുൾ ആയിട്ട് സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഇതില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് പവർ സപ്ലൈകൾ ഉണ്ടാക്കി ഇതുപോലെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറുകൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നമ്മൾ സപ്ലൈസ് മാറ്റി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് സപ്ലൈസ് ഇവിടെ കിട്ടും. അവിടെ സ്വിച്ചിങ് ജമ്പറുകളുണ്ട്. ആവശ്യമുള്ളതിലേക്ക് ജമ്പർ ഇട്ട് സെറ്റ് ചെയ്യാം, ആവശ്യമില്ലാത്ത ഒഴിവാക്കിയിടാം. 3.3 വോൾട്ട് 5 വോൾട്ട് അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിമ്പിൾ പവർ സപ്ലൈ മൊഡ്യൂൾ ബ്രെഡ് ബോർഡിൽ ഉപയോഗിക്കാവുന്ന പവർ സപ്ലൈ മൊഡ്യൂളാണിത്. അപ്പോൾ ഇതിന് ഭാഗത്തായിട്ട് ജസ്റ്റ് ഫങ്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് പിൻ ഔട്ടേ ഉള്ളൂ. നമുക്ക് ഈ ഭാഗത്താണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ പവർ കണക്ട് ചെയ്യാൻ നമുക്കിപ്പോൾ USB ഇതിൻ്റെ ഔട്ടും ഇതിലേക്ക് ഇൻപുട്ട് ഈ ഭാഗത്താണ്. DC ഇന്ന് ഇവിടെ കാണാം. അപ്പോൾ DC നിന്ന് നമുക്ക് ഇവിടുന്ന് 5 വോൾട്ട് ഔട്ട് കിട്ടും, 3.3 ഔട്ട് നമുക്ക് ജമ്പറുകളിൽ കിട്ടും. അപ്പോൾ DC ഇപ്പോൾ 12 വോൾട്ട് ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 5 വോൾട്ട് തന്നെയാണ് സാധാരണ കൊടുക്കാറ്. അതുകൊണ്ട് വലിയ റിസ്ക് വരാറില്ല. നമുക്ക് 3.3 വോൾട്ടിലേക്കുള്ള റെഗുലേഷൻ മാത്രമേ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ 12 വോൾട്ട് കൊടുത്താൽ വർക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ ഈ ഭാഗത്ത് റെഗുലേറ്റേഴ്സ് കാണുന്നുണ്ട്, ധൈര്യമായിട്ട് കൊടുക്കാം. ഡെവലപ്മെൻറ്റ് ബോർഡുകളും മറ്റ് ഡിസ്പ്ലേ ഡിവൈസ് മറ്റ് സെൻസേഴ്സും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ അറിയാൻ ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.